അപ്പൊ നബിയെ അനുസരിക്കാത്ത ഒരുത്തൻ അള്ളാഹുവിനെ അനുസരിച്ചവനല്ല. ഇതായത്ത്. ഇനി ഹദീസിലോ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കാണാം, മൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ്, എന്നെ അനുസരിച്ചവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. ഖുർആനിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോ ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ഒരു കൂട്ടർ, ഖുർആനും ഹദീസും അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളതൊക്കെ അംഗീകരിക്കും. പക്ഷേ അതെല്ലാം ഒന്നും അംഗീകരിക്കില്ല. ഖുർആൻ നമ്മൾ അംഗീകരിക്കുക, കാരണം അത് അള്ളാഹ് ഇറക്കിയല്ലേ. മറ്റത് മുഹമ്മദ് നബി കൊണ്ടുവന്നതിൽ ചില കള്ളത്തരങ്ങളൊക്കെ ഉണ്ടാവും, കേറിക്കൂടിയതുണ്ടാവും, കടന്നുകൂടിയുണ്ടാവും, കടത്തിക്കൂട്ടിയതുണ്ടാവും. അപ്പൊ എല്ലാം ഒന്നും അങ്ങനെ അംഗീകരിക്കാൻ പറ്റൂല. അവിടെ നമ്മൾ ബുദ്ധി കൊണ്ട് തൂക്കി നോക്കിയിട്ട് അനുസരിക്കാൻ പറ്റുള്ളൂ എന്നൊരുത്തം പറഞ്ഞാൽ, സ്വഹീഹായി സ്ഥിരപ്പെട്ട കാര്യങ്ങൾ അവന് ഉൾക്കൊള്ളാൻ പറ്റിയാലും ഇല്ലെങ്കിലും ശരി, ഇത് അള്ളാഹുവിന്റെ വഹി അനുസരിച്ചുള്ള നബിയുടെ വാക്കാണ് എന്ന നിലക്ക് അവൻ നബിയെ അനുസരിക്കുമ്പോൾ മാത്രമേ അവൻ അള്ളാഹുവിനെ അനുസരിച്ചവനാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ അങ്ങനെ നബിയെ വിശ്വസിക്കുമ്പോഴേ അള്ളാഹുവിൽ വിശ്വസിച്ചവനാവുകയുള്ളൂ. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഒരുത്തൻ മുസ്ലിം ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ അവൻ മുസ്ലിം